മക്കളെ, ഇന്ന് നമുക്ക് ചട്പട് ആർ നടുക്കട് എന്ന പാഠത്തിൽ നിന്നും അതുപോലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കവിത ബഹുത്ത് ദിനോं കെ ബാദ് എന്ന കവിതയിൽ നിന്നും ആകെ നിങ്ങൾക്ക് എക്സാമിന് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അത് ഏതൊക്കെ വിധത്തിലായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്ലാസ് നോക്കാം. ഒന്നാമത്തെ പാഠമായിട്ടുള്ള ചട്പട് ആർ നടുക്കട് എന്ന കഹാനിയിലൂടെ നിങ്ങൾക്ക് ഏകദേശം 16 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 16 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്നും ഉണ്ടായിരിക്കും. പിന്നീട് വരുന്നത് ബഹുത്ത് ദിനോं കെ ബാദ് എന്ന കവിതയാണ്. ബഹുത്ത് ദിനോं കെ ബാദ് എന്ന കവിതയിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു 9 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അതിൽ നിന്നും ഉണ്ടായിരിക്കും. ഒരു 9 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അതിൽ നിന്നും ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ട് ചാപ്റ്ററിലും കൂടെ 25 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നത്, അതിൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നടുക്കടിനെ രോത്തെ രോത്തെ കഹാ തും ഘർ ജാക്കർ മാംസെ മേരി ശിക്കായത്ത് കരോഗെ. നടുക്കട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ വീട്ടിൽ ചെന്നിട്ട് എന്നെ പറ്റി അമ്മയോട് പരാതി പറയും. അഗർന കരും തോ, പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിലോ? തോ ജോ കഹോ, എങ്കിൽ നീ പറയൂ. നടുക്കടുക്കാ രോന ബന്ദ് ഹോ ഗയ, നടുക്കടിന്റെ കരച്ചിൽ അവസാനിച്ചു. മുജേ കാഗസ് കി നാവ് ബനാന നഹി ആത്ത, എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുകയില്ല. തും സിഖാ ദോഗെ, നീ പഠിപ്പിച്ചു തരുമോ? ഹാ ഉസ്മേ ക്യാ ഹെ, ഹാ അതിനെന്താണ്? നടുക്കട് ഖുഷ് ഹോക്കർ ബോല, നടുക്കട് സന്തോഷത്തോടെ പറഞ്ഞു. പർ മുജേ തൈർനാ നഹി ആത്ത, പക്ഷേ എനിക്ക് നീന്താൻ അറിയുകയില്ല. തും സിഖാ ദോഗെ, നീ പഠിപ്പിച്ചു തരുമോ? ഹാ ഉസ്മേ ക്യാ ഹെ, ഹാ അതിനെന്താണ്? ഇനി അതിൽ നിന്നാണ് ചോദ്യം വരുന്നത്. കോൻസാ പ്രസ്താവ് സഹി ഹേ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതിനൊരു മാർക്കാണ് ലഭിക്കുന്നത്. കോൻസാ പ്രസ്താവ് സഹി ഹേ, നമുക്ക് വായിച്ചു നോക്കാം. ചട്പട് കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹേ, ചട്പടിന് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം. നടുക്കട് കോ തൈർന ആത്താ ഹേ, നടുക്കടിന് നീന്താൻ അറിയാം. നടുക്കട് കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹേ, നടുക്കടിന് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം. ചട്പട് കോ ഗിട്ടി പൗരാന ആത്താ ഹേ, ചട്പടിന് ഗിട്ടി എറിയാൻ അറിയാം, കല്ലെറിയാൻ അറിയാം. ഇത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ട കാര്യം, ചട്പട് നടുക്കട്, ചട്പടാണ് ചേട്ടൻ, നടുക്കടാണ് അനുജൻ. ചട്പടിന് അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്താണ്? നീന്താനാണ് അറിയുന്നത് അല്ലേ? ചട്പടിന് അറിയുന്ന കാര്യം എന്താണ്? നീന്താൻ അറിയാം ചട്പടിന്. നടുക്കടിന് എന്തറിയാം? ഗിട്ടി പോരാ, കല്ലെറിയാനും അറിയാം നടുക്കടിന്. കടലാസ് തോണി ഉണ്ടാക്കാനും നടുക്കടിന് അറിയാം അല്ലേ? വികൃതിയായ നടുക്കട്, വികൃതിയാണ് നടുക്കട്, അനുജനാണ് നടുക്കട്. നടുക്കന് അറിയുന്നത് രണ്ട് കാര്യമാണ്. കടലാസ് തോണി ഉണ്ടാക്കാനും അറിയാം. പിന്നെന്താ അറിയുന്നത്? കല്ല്, വെള്ളത്തിലേക്ക് കല്ലെറിയല്ലോ, കുളത്തിലേക്ക് കല്ലെറിയുന്നു, ഗിട്ടി പൗരാന. ആ രണ്ട് കാര്യം അറിയുന്നത് ഒരേ ഒരാൾക്ക് മാത്രമാണ്. ആർക്കാണത്? നടുക്കടിനാണ് അറിയുന്നത് അല്ലേ? ചട്പടിന് അറിയുന്നത് നീന്താനാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 കാര്യങ്ങളിൽ ഏതായിരിക്കും ശരി എന്ന് നിങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. എന്താണ്? നടുക്കടുക്കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹേ എന്നതാണ് അതിൽ ശരിയായിട്ട് വരുന്നത് അല്ലേ? അതിൽ ശരിയായിട്ട് വരുന്ന കാര്യം എന്താണ്? നടുക്കടിന് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം. നടുക്കടുക്കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹേ, അതാണ് ശരിയായിട്ട് വരുന്ന ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യഹാം നടുക്കട് കെ രോനെ കാ ക്യാ കാരണം? ഇവിടെ നടുക്കട് കരയാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. അതിന് 2 മാർക്കാണ് വരുന്നത്, 2 മാർക്ക്. അത് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്ന് തന്നെ നോക്കി എഴുതാം. അതായത് ഇവിടെ എന്താണ് കരയാനുള്ള കാരണം? തും ഘർ ജാക്കർ മാംസെ മേരി ശിക്കായത്ത് കരോഗെ, നീ വീട്ടിൽ പോയിട്ട് അമ്മയോട് എന്നെ കുറിച്ച് പരാതി പറയും, അതാണ് കാരണം അല്ലേ? അപ്പം അത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ആൻസർ എഴുതുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. നടുക്കടുക്കോ ശങ്കാദീക്കി ജഡ്
ജഡ്പട് സാരി ഘടന മാംസേ ബതാ ദേഗ. നടുക്കടിന് സംശയമുണ്ടായിരുന്നു. എന്തെന്നാൽ ജഡ്പട് എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുമെന്ന്. ഇസ്കി ഡർസെ ഈ ഭയത്താലാണ് നടുക്കട് ഗലാ ഫഡ്കർ രോനെ ലഗ നടുക്കട് തൊണ്ട കീറി കരയാൻ തുടങ്ങിയത്. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ എഴുതിയാലും നിങ്ങൾക്ക് അതിന് ശരി ഉത്തരം തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. യഹാം നടുക്കട് കെ രോനെ കാ ക്യാ കാരണം ദാ ഇവിടെ നടുക്കട് കരയാനുള്ള കാരണം എന്തായിരുന്നു? അത് നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടെത്തി. അടുത്തത് കഹാനി കെ ഇസ് പ്രസംഗ് കെ നടുക്കട് ആർ ജഡ്പട് കെ ബീച്ച് കി സംഭാവിത് ബാച്ചിത് ലിഖീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ തന്നിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, രണ്ടുപേര് എന്താണ് പറയുന്നത്? നീ എന്നെ പരാതി പറയും, അങ്ങനെ ചെയ്യില്ല, എന്നെ കല്ലെറിയാൻ പഠിപ്പിക്കുമോ, എന്നെ നീന്താൻ പഠിപ്പിക്കുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവരുടെ സംസാരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വാർത്താലാപ് തയ്യാറാക്കണം. വാർത്താലാപ് എന്ന് പറഞ്ഞാലും ബാച്ചിത്ത് എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ് കേട്ടോ. സംഭാഷണം തയ്യാറാക്കാനാണ് പറയുന്നത്. വാർത്താലാപ്, ബാച്ചിത്ത്, സംവാദ് ഈ മൂന്നെണ്ണം ചോദിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ കാര്യമാണ്. എന്താണ്? സംഭാഷണം. എന്തൊക്കെയാണ് ചോദിക്കുക? ബാച്ചിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭാഷണമാണ്. വാർത്താലാപ് എന്ന് പറഞ്ഞാലും സംഭാഷണമാണ്. അതുപോലെ തന്നെ സംവാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭാഷണമാണ്. അപ്പൊ ഈ മൂന്ന് തരത്തിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടത് വാർത്താലാപ് അതായത് ബാച്ചിത്ത് അതായത് സംഭാഷണം എഴുതുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സംഭാഷണം എഴുതിയത് നോക്കാം. ചട്പട് अब तो तुम वह जाने से बच गए हो फिर क्यों रो रहे हो? ഇപ്പോൾ ഞാൻ നിന്നെ ബഹുജാന ഒഴുകിപ്പോവാ. ഞാൻ ഇപ്പോൾ നിന്നെ ഒഴുകിപ്പോകുന്നതിൽ നിന്ന്, നീ ഒഴുകിപ്പോകുമായിരുന്നു അല്ലെ വെള്ളത്തില്, അപ്പൊ ആ ഒഴുകിപ്പോകുന്നതിൽ നിന്നും നിന്നെ ഞാൻ ഇപ്പോൾ രക്ഷിച്ചതല്ലേ ഉള്ളൂ. ഫിർ ക്യോം രോ രഹേ ഹോ, പിന്നെ നീ എന്തിനാണ് കരയുന്നത്? അപ്പൊ നടുക്കട് പറയാണ് തും ഗർ ജാക്കർ മാംസേ ശിക്കായത്ത് കരോഗെ. സേ എന്നാണ് കേട്ടോ, സോന്നില്ല കേട്ടോ, സേ എന്നാണ് ഈ വരല്ലേ. അപ്പൊ എന്താ പറയുന്നത്? തും ഗർ ജാക്കർ, നീ വീട്ടിൽ പോയിട്ട് അമ്മയോട് പരാതി പറയും. അപ്പൊ ജഡ്പട് പറയാണ് അഗർ ന കരും തോ, അങ്ങനെ ചെയ്തില്ലെങ്കിലോ? അപ്പൊ നടുക്കട് പറയുന്നു തോ ജോ കഹോ, എങ്കിൽ നീ പറയൂ, നീ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ ചെയ്യാന്നല്ലേ നടുക്കട് പറയാണ്. അപ്പൊ ജഡ്പട് പറയുന്നു മുझे കാഗസ് കി നാവ് ബനാന നഹി ആത്ത തും സിഖാ ദോഗെ, എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുകയില്ല. തും സിഖാ ദോഗെ, നീ പഠിപ്പിച്ചു തരുമോ? അപ്പൊ നടുക്കട് പറയാണ് ഉസ്മേ ക്യാ ഹെ, അതിനെന്താണ്? പർ മുझे തൈർനാ നഹി ആത്ത തും സിഖാ ദോഗെ, പക്ഷെ എനിക്ക് നീന്താനും അറിയില്ല, നീ പഠിപ്പിച്ചു തരുമോ? അപ്പൊ ജഡ്പട് എന്താ പറയുന്നത്? ഉസ്മേ ക്യാ ഹെ, അതിനെന്താണ്? അരേ ചോട്ടെ ഹം ദോനോം കെ കപ്പടെ ഭീഗ് ഗയേ ഹെ. അപ്പൊ അതിപ്പോഴാണ് ചട്പടിന് ഓർമ്മ വരുന്നത്. രണ്ടുപേരും എങ്ങനെയാണ് നനഞ്ഞിരിക്കുകയാണ് അല്ലേ. പറയാണ് അല്ല ചോട്ടെ, നമ്മൾ രണ്ടുപേരുടെയും വസ്ത്രം നനഞ്ഞിരിക്കുകയല്ലേ. മാം പൂച്ചേഗീത്തോ ക്യാ കഹേങ്കെ, അമ്മ ചോദിച്ചാൽ എന്തു പറയും? അപ്പൊ നടുക്കട് പറയുന്നു ബെഡേ അബ്, ശരിയാണല്ലോ ബെഡേ, ഇനി ആവോ ദൗഡ് ലഗാത്തേ ഹേ. അപ്പൊ നടുക്കട് പറയാണ് വരൂ നമുക്ക് ഓടാം. കപ്പടെ അപ്പനെ ആപ്പ് സൂക്ക് ജായേങ്കെ, അപ്പനെ ആപ്പ് പറഞ്ഞാൽ താനെ ഉണങ്ങുക. ഓടിക്കഴിഞ്ഞാൽ എന്താവും? വസ്ത്രം താനെ ഉണങ്ങിക്കോളും എന്ന് പറയാണ്. അപ്പൊ ചട്പട് പറയുന്നു യഹ് ടീക്ക് ഹേ, അത് ശരിയാണല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവരുടെ സംഭാഷണം അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ അതിലുള്ള ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓർ ക്വസ്റ്റ്യൻ എന്താണ്? കഹാനി കി ഗണനാവോ കോ ക്രമബന്ധ് കർക്കെ ലിഖേം എന്നാണ് ക്വസ്റ്റ്യൻ. കഥയിലെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ക്രമത്തിൽ എഴുതുക. അവിടെ ക്രമം ഓർഡറിലല്ല, ഓർഡർ തെറ്റിച്ചാണ് തന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഓർഡർ ആക്കി എഴുതണം. ദോനോ ബായി താലാബുമേ ഗിട്ടി പൗരാത്തേഹെ, രണ്ട് സഹോദരന്മാരും കുളത്തിൽ എന്ത് ചെയ്യുന്നു? കല്ലെറിയുന്നു. അത് ലാസ്റ്റ് നടക്കുന്ന സംഭവമാണ് അല്ലേ. നടുക്കട് നദിമേം കാഗസ് കി നാവ് ബഹാത്താഹെ, നടുക്കട് നദിയിൽ കടലാസ് തോണി ഒഴുക്കുന്നു. നടുക്കടിക്ക് ജാൻ ജഡ്പട് ബച്ചാത്താഹെ, നടുക്കടിനെ
ചട്പട് നടുക്കടിന്റെ ജീവൻ രക്ഷിക്കുന്നു. ചോട്ടാബായി നദീമേ ഗിർ ജാത്താ ഹെ, ചെറിയ സഹോദരൻ വെള്ളത്തിൽ വീഴുന്നു. അപ്പൊ എങ്ങനെയാണ് ആദ്യം നടക്കുന്നത്? തോണിയിടുന്നു, തോണിയിട്ടതിന് ശേഷം വീഴുന്നു, വീണിട്ട് എന്ത് ചെയ്യുന്നു? സഹോദരനെ രക്ഷപ്പെടുത്തുന്നു അല്ലെ. അപ്പൊ നമുക്കതിനെ ഓർഡർ ആയിട്ട് നോക്കാം. നടുക്കട് നദിയമേ കാഗസ് കി നാവ് ബഹാത്താ ഹെ, നടുക്കട് നദിയിൽ കടലാസ് തോണി ഒഴുക്കുന്നു. ഒഴുക്കിയതിന് ശേഷം എന്താ ഉണ്ടായത്? ചോട്ടാബായി നദിമേ ഗിർ ജാത്താ ഹെ, ചെറിയ സഹോദരൻ വെള്ളത്തിലേക്ക് നദിയിലേക്ക് വീഴുന്നു. നടുക്കട് കി ജാൻ ചട്പട് ബജാത്താ ഹെ, ചട്പട് നടുക്കടിന്റെ ജീവൻ രക്ഷിക്കുന്നു. ദോനോബായി താലാബമേ ഗിട്ടി പൗരാത്തെ ഹെ, രണ്ട് സഹോദരങ്ങളും കൂടി കുളത്തിൽ കല്ലെറിയുന്നു. അങ്ങനെയാണ് ഓർഡർ ആയിട്ട് വരുന്നത്. ഇതിന് എത്ര മാർക്കാണ്? 4 മാർക്കാണ് നിങ്ങൾ ഇത് ചെയ്താൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വാർത്താലാപം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മാർക്ക് 4 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയിൽ നിന്നാണ്. അതിനു മുമ്പേ നമുക്ക് ചട്പട് നടുക്കടിന്റെ പാഠത്തിൽ നിന്ന് ഇനിയും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതൊന്ന് നോക്കാം. ചട്പട് നടുക്കത് അതുപോലെ തന്നെ പാരഗ്രാഫ് തന്നിട്ട് ചട്പട് കോ തൈർന ആത്താദ ഉസ്നെ ജഡ് അപ്പന ബസ്ത പീട്ട് സേ ഉതാർ കർ പുൽക്കി മുണ്ടർ പർ രഗ और നദി മേ കൂത് പട. ചട്പടിന് നീന്താൻ അറിയുമായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ സ്വന്തം ബാഗ് അഴിച്ച് പാലത്തിന്റെ കൈവരിയിൽ വെച്ചതിന് ശേഷം നദിയിലേക്ക് എടുത്തു ചാടി. ദോടി ദൂർ तैरने के बाद ही उसने नड़कड़ को पकड़ लिया और किनारे पर ले आया. അല്പം ദൂരം നീന്തിയതിന് ശേഷം അവൻ നടുക്കടിനെ പിടിച്ചിട്ട് തീരത്തേക്ക് കൊണ്ടുവന്നു. ചട്പടുക്കോ ഇത്തനാ ഗുസ്സ ആ രഹാദാക്കി നടുക്കടുക്കോ ദോ ചാപ്പട് ലഗായേ. ചട്പടിന് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നു നടുക്കടിനെ 2 അടി കൊടുക്കാൻ. നല്ല 2 അടി കൊടുക്കാനുള്ള ദേഷ്യം ചട്പടിനുണ്ടായിരുന്നു. पर नड़कड़ इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. പക്ഷേ അവൻ അത്രമാത്രം ഭയത്തോടെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ സഹോദരനോട് ചേട്ടന് സ്നേഹം തോന്നി. അപ്പോൾ അവൻ എന്ത് ചെയ്തില്ല? അടിച്ചില്ല. അടിക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നു, പക്ഷെ അവൻ്റെ ആ ഒരു പരിഭ്രമം കണ്ടപ്പോൾ അവനെ അടിക്കാൻ തോന്നിയില്ല. ചോദ്യം നോക്കാം. നമൂനയ്ക്ക് അനുസാർ ലിഖിം. നമൂന എന്ന് പറഞ്ഞ മാതൃക. മാതൃക അനുസരിച്ച് എഴുതുക. ഇവിടെ ഉദാഹരണമായിട്ട് തന്നത് കണ്ടോ? ചട്പട് തൈർത്താ ഹെ, ചട്പട് നീന്തുന്നു. ചട്പട് തൈർ രഹാ ഹെ, ചട്പട് നീന്തിക്കൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ചട്പട് ആർ നടുക്കട് ദൗഡ്തേ ഹേ എന്നുള്ളത്. അതുപോലെ തന്നെ രഹാ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ രഹാ വെച്ചിട്ട് ചെയ്യേണ്ടത് ഇവിടെ തേ എന്ന് കണ്ട തേ, അപ്പം നമ്മൾ അതിനെ രഹേ എന്ന് കൊടുക്കണം. മനസ്സിലായ? ഇവിടെ ഉള്ള ദൗഡ്തേ, ഈ തേക്ക് പകരം നമ്മൾ ദൗഡ് വരെ എഴുതാം. ചട്പട് ആർ നടുക്കട് ദൗഡ് വരെ ഇവിടേക്ക് എഴുതാം. ദൗഡ് വരെ എഴുതിയതിന് ശേഷം ഈ തേ എന്നതിനെ നമ്മൾ എന്താക്കി മാറ്റണം? രഹേ എന്നാക്കി മാറ്റാം. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായൊരു വർക്കാണ്. രഹേ ഹേ. മനസ്സിലായ? 1 മാർക്കാണ് നിങ്ങൾക്ക് അതിന് ലഭിക്കുന്നത്. ചട്പട് തൈർത്താഹേ എന്നുള്ളത് നോക്കൂ. ചട്പട് തൈർ വരെ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? പിന്നെ ഈ താ എന്നുള്ളതാണ് എന്തായി മാറിയത്? താ എന്നുള്ളതാണ് ഇവിടെ രഹ എന്നായി മാറിയത്. അതുപോലെ തേ എന്നുള്ളത് ഇവിടെ എന്തായി മാറും? രഹേ എന്നായി മാറുന്നു. അത്രയും വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ 9ാമത്തെ ചോദ്യം നോക്കാം. പ്യാർ കാ സമാനാർത്ഥി ശബ്ദ് കോൻസാ ഹേ എന്നാണ് ചോദ്യം. സ്നേഹം എന്നതിൻ്റെ സമാനാർത്ഥമുള്ള ശബ്ദം താഴെ തന്നിട്ടുണ്ട്. അതിലേതാണ്? ഡർ എന്ന് പറഞ്ഞാൽ ഭയമാണ്. ക്രോധ് പറഞ്ഞാൽ ദേഷ്യമാണ്. ദയ എന്ന് പറഞ്ഞാൽ ദയയാണ്. സ്നേഹ് പറഞ്ഞാൽ എന്താണ്? പ്യാർ, സ്നേഹം അല്ലേ? അപ്പം ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇതൊക്കെ എന്താണ്? അതിൻ്റെ കറക്റ്റ് അല്ല. ശരിയായിട്ടുള്ള ഇതാണ് സ്നേഹ്. അതാണ്. അടുത്ത ചോദ്യം വരുന്നത് ഗുസ്സ ആനെ പർ ബി ചട്പടിനെ നടുക്കടുക്കോ നെഹി മാരാ ക്യോ. ദേഷ്യം വന്നെങ്കിലും ചട്പട് നടുക്കടിനെ അടിച്ചില്ല. എന്താണ് കാരണം? എന്തുകൊണ്ട്? എന്താണ്? അവനാകെ മയന്ന് വെപ്രാളപ്പെട്ട് നിൽക്കുകയായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് അടിക്കാതിരുന്നത്. എന്താണ് ആൻസർ വരുന്നത്?
झटपट को इतना गुस्सा आ रहा था कि नडकड़ को दो झापड़ लगा पर പക്ഷേ നടുക്കട് इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ എഴുതേണ്ടത് എങ്ങനെയാണ്? നടുക്കട് इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. इसलिए ജഡ്പടിനെ നടുക്കടുക്കോ നഹി മാര. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എഴുതിയത് നോക്കാം. അതിന്റെ ആൻസർ എഴുതിയത് नडकड़ नदी में गिरकर वह जाने से बहुत डरा और घबराया हुआ दिखा. इसलिए नडकड़ को उस हालत में देखकर गुस्सा आने पर भी ചട്പടിനെ ഉസ്കോനെഹി മാര. അപ്പൊ എന്താണ്? നടുക്കട് നദിമേ ഗിർക്കർ, നടുക്കട് നദിയിൽ വീണിട്ട് ബഹുജാനേസെ ഒഴുകി പോകുമ്പോൾ ബഹുത്ത് ഡര വളരെയധികം ഭയപ്പെടുകയും ഗബരായ പരിഭ്രമിക്കുകയും ചെയ്തതായി കണ്ടു. ഇസിലിയെ ഇക്കാരണത്താൽ നടുക്കടുക്കോ ഇസ് ഹാലത്തുമേ ദേക്കുകർ നടുക്കടിനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ ഗുസ്സ ആനേപ്പർ ബി ദേഷ്യം വന്നിട്ട് കൂടി ചട്പടിനെ ഉസ്കോ നഹി മാര ചട്പട് അവനെ അടിച്ചില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. चटपट ने नदी में कूदकर नडकड़ को बचाया. चटपट की उस दिन की डायरी लिखी. ചട്പട് നദിയിൽ ചാടിയിട്ട് നടുക്കടിനെ രക്ഷപ്പെടുത്തി. ആ ദിവസത്തെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ ഒരു പോസ്റ്ററും വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഒരു പോസ്റ്റർ വരാൻ സാധ്യത ഉണ്ട്. ബദായി പിന്നെ നമ്മുടെ ചട്പടിനെ അനുമോദിക്കുന്നതായിട്ട്. ചട്പട് ആരെയാണ് രക്ഷപ്പെടുത്തിയത്? നടുക്കടിനെ രക്ഷപ്പെടുത്തിയല്ലോ. അപ്പോൾ ചട്പടിനെ അനുമോദിക്കുന്നതായിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റർ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. പോസ്റ്റർ അടുത്ത ക്ലാസ്സിൽ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമുക്ക് പിന്നെ ഡയറി നോക്കാം. ഡേറ്റ് എഴുതണം കേട്ടോ. നിങ്ങൾ ഡേറ്റ് എഴുതണം. ഡേറ്റ് എഴുതുമ്പോൾ അതിൽ പിന്നെ ഇപ്പോൾ 12/6/26 ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ 6-ന് പകരം എന്ത് ചേർക്കുക? ഏതാണ് മാസം എന്ന് ചേർക്കുക. ജൂലൈ ചേർക്കുക. അല്ലെങ്കിൽ ജൂൺ മാസമാണ് വരുന്നത് അല്ലേ. അപ്പം ജൂൺ ചേർക്കുക. 7 എഴുതുന്നതെങ്കിൽ ജൂലൈ ചേർക്കുക. അപ്പം അങ്ങനെ മാസം വെക്കുക, ഡേറ്റും വെക്കുക, വർഷവും വെക്കുക. പിന്നെ ഒരു ദിവസം, ഏതാണ് ആ ദിവസം എന്ന് വിചാരിച്ചാൽ ആ ദിവസം കൂടെ എഴുതിയാൽ വളരെ നന്നായിരിക്കും. രവിവാർ ആണെങ്കിൽ രവിവാർ, അല്ലെങ്കിൽ സോമവാർ, ഏതെങ്കിലും ഒരു ദിവസം എഴുതാം. ഇനി നമുക്ക് തുടങ്ങാം. ആജ് ഏക്ക് ബുരാ ദിൻ ഥ. ഇന്നൊരു ചീത്ത ദിവസമായിരുന്നു. ആജ് നടുക്കടിനെ ഹദ് കർദി. ഇന്ന് നടുക്കട് പരിധി ലംഘിച്ചു. സ്കൂൾ സേ ലൗട്ട് രഹാദ. സ്കൂളിൽ നിന്നും തിരിച്ചു വരികയായിരുന്നു. തബ് വഹ് മേരി നസരോം സേ ബജ്കർ നദി കിനാരെ കാഗസ് കി നാവേ ബഹാനെ കെ ലിയെ ഗയ. അപ്പോൾ അവൻ എൻ്റെ കണ്ണ് വെട്ടിച്ച് നദിയുടെ തീരത്ത് കടലാസു തോണി ഒഴുക്കാൻ പോയി. ലേക്കിൻ പയർ ഫിസൽക്കർ വഹ് നദിമേ ഗിർപട. പക്ഷേ കാല് വഴുതി അവൻ നദിയിലേക്ക് വീണു. യഹ് ദേക്കർ മേംനെ തുരന്ത് നദിമേ കൂതുപട. ഇത് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ നദിയിലേക്ക് എടുത്തു ചാടി. ദോടി ദൂർ തൈർനെ കെ ബാദ് ഹി മേനെ നടുക്കട് കോ പക്കടാ ലിയ ഓർ കിനാരെ പർ ലേ ആയ. കുറച്ചു ദൂരം നീന്തിയതിന് ശേഷം ഞാൻ നടുക്കടിനെ പിടിക്കുകയും തീരത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. മുജെ ഗുസ്സ ആയ. എനിക്ക് ദേഷ്യം വന്നു. നടുക്കട് കോ ദോ ജാബഡ് ലഗാന ചാഹ. നടുക്കടിന് നല്ല 2 അടി വെച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പർ വാഹ് ഡര ഓർ ഗബരായ ഹുവാദ. പക്ഷേ അവൻ നന്നായിട്ട് പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു. മുജെ ഉസ് പർ പ്യാർ ആക. എനിക്ക് അവനോട് സ്നേഹം തോന്നി. ഉസ്നെ മുജെ മാംസേ വഹ് ബാത്ത് ന കഹ്നേക്കോ കഹ. അവൻ അമ്മയോട് ഈ കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞു. ഇസ്ലിയെ ഹംനെ ദൗഡ്കർ കപ്പടെ സുഗാദിയെ. അക്കാരണത്താൽ ഞങ്ങൾ 2 പേരും വസ്ത്രം ഓടി ഉണക്കി. മാംസേ അഹം കുച്ച് നെഹി കഹ. അമ്മയോട് ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. ഇസ് ഘടനാക്കെ ബാരമേ സോച്ച്തേ ഹി മൻ ഗബരാ ജാത്താ ഹും. ആ കാര്യത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സ് ഭയപ്പെടുന്നു. ഭഗവാൻ കി കൃപാസേ വഹ് ബച്ച് ഗയ. ഈശ്വരന്റെ കൃപയാൽ അവൻ രക്ഷപ്പെട്ടു.
കാശ് മുझे തൈർന നഹി ആത്താ തോ ഉസ്കാ ക്യാ ഹാൽ ഹോത്താ. ഈശ്വര, എനിക്ക് നീന്താൻ അറിയില്ലായിരുന്നു എങ്കിൽ അവൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു. ഈ ഘടന മേ കബി നഹി ഭൂലൂങ്ക. ഈ സംഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. അത്രയാണ് ഡയറി ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. കഹാനി കെ ആധാർ പർ സഹി മിലാൻ കരീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഥയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? സഹി മിലാൻ, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നടുക്കട് മാം ബദക്കേം ചട്പട്. നദി സേ ചോटे को बजाता है, बड़े को गिट्टी पौराना सिखाता है, चटपट को उपदेश देता है, तालाब के पानी में तैरती है. ഇത് നടുക്കട്, പിന്നെ അമ്മ, താറാവ്, ചട്പട്. നദിയിൽ ചെറിയ സഹോദരനെ രക്ഷപ്പെടുത്തുന്നു. ബഡേക്കോ കിട്ടി, ചേട്ടന് കല്ലെറിയാൻ പഠിപ്പിക്കുന്നു. ചട്പടിനെ ഉപദേശിക്കുന്നു. കുളത്തിലെ വെള്ളത്തിൽ നീന്തുന്നു. അത്രയാണുള്ളത്. അത് നമ്മൾ എന്താ പറയുന്നത്, സഹി മിലാൻ ചെയ്തത് നോക്കാം. നടുക്കട് ബഡേക്കോ ഗിട്ടി പോരാനാ സിഖാത്ത ഹെ അല്ലെ. നടുക്കടാണ് കല്ലെറിയാൻ പഠിപ്പിക്കുന്നത്, അമ്മയാണ് ഉപദേശിക്കുന്നത്. ചട്പടുക്കോ ഉപദേശ് തെത്തി ഹെ, താറാവുകളാണ് കുളത്തിൽ നീന്തുന്നത്. താലാബമേം പാനിമേം തർത്തി ഹെ, ചട്പടാണ് നദിയിൽ നിന്നും ചോട്ടേക്കോ ബജാത്ത ഹെ, ചോട്ടയെ രക്ഷപ്പെടുത്തുന്നത് അല്ലേ. ഇനി നമുക്ക് ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ബഹുത്ത് ദിനോ കെ ബാദ്. ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയുടെ ആശയം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയുടെ ആശയം മാത്രമായിട്ട് നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി വിന്നർ വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. നിങ്ങളത് നോക്കിയിട്ട് പഠിക്കണം. ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയുടെ ആശയം ഇപ്പോൾ നമ്മൾ ഇതിൽ എഴുതിയിട്ടില്ല. അത് നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ട് പഠിക്കുക. ഇനി ഇതിൽ വന്നിരിക്കുന്ന ചോദ്യം വിശേഷണ ശബ്ദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താൻ, ഫസൽ, ബഹുത്ത്, ദാൻ. ഇതിലേതാണ് വിശേഷണ ശബ്ദ്? ബഹുത്താണ് അല്ലേ. ദാൻ എന്ന് പറഞ്ഞാൽ ധാന്യമാണ്. ഫസൽ പറഞ്ഞ വിളവാണ്. താൻ എന്ന് പറഞ്ഞതാണ് ശബ്ദമാണ് അല്ലേ. കോകിൽ കണ്ടി താൻ. അപ്പോൾ ബഹുത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ അതാണ് എന്ത്? ബഹുത്ത് ദിനോം, ദിവസത്തിനെ ബഹുത്ത് എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചത് അല്ലേ. അപ്പൊ ബഹുത്താണ് ഇവിടുത്തെ വിശേഷം. ഇനി സമാന ആശയവാലി പങ്ക്തി കവിതാംശ സേ ചുൻകർ ലിഖേം എന്നാണ് പറഞ്ഞത്. ഗേത്ത് സ്വർണ്ണ വർണ്ണി ഫസലോം സേ സമൃദ്ധ് ഹെ. വയല് സ്വർണ്ണ നിറത്തിലുള്ള വിളവുകളാൽ സമൃദ്ധമാണ് എന്നർത്ഥം വരുന്ന വരി ഏതാണ്? പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. അർത്ഥം വരുന്ന വരി ഏതാണ്? ഗേത്ത് സ്വർണ്ണവർണ്ണി ഫസലോം സേ സമൃദ്ധ് ഹെ എന്നർത്ഥം വരുന്ന വരി പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. അതാണ് അർത്ഥം വരുന്ന വരി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം. കവിനെ കിസ്കി ആവാസ് കോ കോകിൽ കണ്ടി താൻ കഹാ ഹെ. കവി ആരുടെ ശബ്ദത്തിനെയാണ് കോകിലക്കണ്ടി താൻ എന്ന് പറഞ്ഞത്? നദിക്ക്, നദിയുടെ, ബച്ചോം കി കുട്ടികളുടെ, പക്ഷിയോം കി പക്ഷികളുടെ, കിശോരിയോം കി ഏതാണ്? കിശോരിയോം കി അല്ലേ. കിശോരിയോം കി കോകിൽ കണ്ടി താൻ. കോകിൽ കണ്ടി താൻ പറഞ്ഞത് ഏതാണ്? കിശോരിയോം കി ആണ്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? കിശോരിയോം കി. ഇനി ലാസ്റ്റ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേം എന്നാണ്. 4 മാർക്കാണ് നിങ്ങൾ ഈ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ കവിതയുടെ ആശയം മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയുടെ ആശയം എല്ലാവരും കാണുക. ലിങ്ക് താഴെ തരുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ് എടുത്ത് കാണണം. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.